നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. കേരളക്കര ഒന്നടങ്കം കാത്തിരിക്കുന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിമിഷപ്രിയ കേസിൽ യമനിൽ അടിയന്തര യോഗം. ഗാന്ധിപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് അടിയന്തര യോഗമുണ്ടായിരിക്കുന്നത്. കാന്തപുരത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. നോർത്ത് യമനിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷൂർ, യമൻ ഭരണകൂട പ്രതിനിധികൾ, ജനായത്ത് കോടതി, സുപ്രീം കോടതി ജഡ്ജി, തലാലിന്റെ സഹോദരൻ, ഗോത്ര തലവന്മാർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ബ്ലഡ് മണി പകരമായി കുടുംബം മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും മോചനം നൽകുകയും വേണമെന്ന ഗാന്ധിപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആവശ്യം കുടുംബം പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ വിശദവിവരങ്ങൾ ലഭ്യമാകും. നിമിഷപ്രിയയുടെ വധശിക്ഷ 2 ദിവസത്തിനുള്ളിൽ നടക്കാനിരിക്കെ യമനിലെ പ്രധാന സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലുമായി ഗാന്ധിപുരം സംസാരിക്കുകയായിരുന്നു. ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലുമായി ഗാന്ധിപുരത്തിന് അടുത്ത വ്യക്തിബന്ധമുണ്ട്. ഹബീബ് ഉമർ ബിൻ ഹഫീൽ മുഖാന്തരം നോർത്ത് യമൻ ഭരണകൂടമായും ഗാന്ധിപുരം സംസാരിച്ചു. 2017 ജൂലൈ 25 യമൻ പൗരൻ ദലാൽ അബ്ദുൽ മഹ്ദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂര പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നിമിഷയുടെ വാദം. ദലാലിനെ അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം വീടിനു മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. നിമിഷപ്രിയ ദലാലിന്റെ ഭാര്യയാണെന്നതിന് യമനിൽ രേഖകളുണ്ടായിരുന്നു. എന്നാൽ ക്ലിനിക്കിലുള്ള ലൈസൻസ് എടുക്കുന്നതിനുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണ് എന്നതാണ് നിമിഷയുടെ വാദം. ദലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്നും നിമിഷ ആരോപിച്ചിരുന്നു.